ചേച്ചി, എന്നെ ഈ ഇന്റർവ്യൂവിന് കൊണ്ടുവന്നതിന് ഒരു വഴക്ക് പറയുമോ? ഞാൻ വീട്ടിൽ നിന്ന് ട്യൂഷനിലേക്ക് പോയാൽ മതിയായിരുന്നു. ഞാൻ അത് കഴിഞ്ഞ് നിന്നെ കൊണ്ടാക്കി തരാന്ന് പറഞ്ഞില്ലേ? ചേച്ചി, കോഫി തണുത്തു പോവും. ഹലോ അമ്മേ. അമ്മ, ഈ ഇന്റർവ്യൂ എനിക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. മാനേജർ പോസ്റ്റാണ്, 50,000 രൂപ സാലറി ഉണ്ട്. എനിക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണത്. എന്ത് കോഫി ഇത്? ഇതിൽ ചിക്കരി ശരിയായിട്ടില്ല, കോഫി പൗഡർ ബ്ലെൻഡ് ആയിട്ടില്ല, അതിന്റെ അളവ് ശരിയായിട്ടില്ല, അതിൽ ചേർത്ത് പാലിന്റെ അളവ് ഒട്ടും ശരിയായിട്ടില്ല. 1:5:7 റേഷ്യോയിലാണ് ചേർക്കേണ്ടത്. നീ എന്തൊക്കെയാണ് പിച്ചുമ്പി പറയുന്നത്? ഇന്റർവ്യൂവിന് വന്നിട്ട് പോയി നേരെ ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ നോക്ക്. അമ്മ, കാൻഡിഡേറ്റ്സ് ഒക്കെ ഓരോരോ സ്ഥലങ്ങളിൽ ഇരിക്കുന്നത്. എന്റെ സമയം എപ്പോഴാ വരികയെന്നറിയില്ല. ചേച്ചി, ദേ അവര് വിളിക്കുന്നു. ആ അമ്മ, അവര് വിളിക്കുന്നുണ്ട്. ഞാൻ പിന്നെ വിളിക്കാം. ശരി, നീ ഇവിടെ ഇരിക്കും, ഞാൻ പോയിട്ട് വരാം. Excuse me, sir. May I come in? Yes, come in. Yes, Karthika, please be seated. Thank you, sir. Please introduce yourself. Sir, I'm Karthika. Yes. Coming from Patambi. Okay. ഉത്തരം തെറ്റി പറഞ്ഞല്ലോ, വിശദീകരിക്കാമോ? ഇല്ലില്ല, ഇതൊട്ടും ശരിയല്ല. ഈ ഉത്തരമല്ല ഞാൻ ഉദ്ദേശിച്ചത്. സർ, ഞാൻ പഠിച്ചതും അതേപോലെ പ്രിപ്പയർ ചെയ്തതുമായിട്ടുള്ള ക്വസ്റ്റ്യൻസ് തന്നെയാണ് സാർ ചോദിച്ചത്. പക്ഷെ എന്താണെന്നറിയില്ല, എനിക്ക് പറയാൻ പറ്റുന്നില്ല. എനിക്കത് ആലോചിക്കുമ്പോൾ വിഷമുണ്ട്. പക്ഷെ ഹലോ, സോറി ടു ഡിസ്റ്റർബ് യു സർ. സെലക്ട് ചെയ്തിട്ടുള്ള കാൻഡിഡേറ്റ്സിന്റെ പേരൊന്ന് പറയാമോ? Yeah, for the manager position. അതെ സർ. Mr. Arvind, Miss Geeta and Arun Kumar. ക്ലോസിംഗ് സമയത്ത് കാരണമാണ് ഇന്റർവ്യൂവിന്റെ ഇടയിൽ വിളിക്കേണ്ടി വന്നത്. ഇവരൊക്കെയാണ് സെലക്ട് ചെയ്തിട്ടുള്ളത്. സാറേ, പോകുന്നതിന് മുമ്പ് നോട്ടീസ് ബോർഡിൽ ഇടാനായിരുന്നു. ശരി, ഇട്ടോളൂ നോട്ടീസ് ബോർഡിൽ. താങ്ക് യു സർ. സർ, സർ, ഞാൻ ഈ ജോലി വളരെയധികം ആഗ്രഹിച്ചിരുന്നു സർ. അതെനിക്ക് കിട്ടിയില്ലല്ലോ എന്ന് ഓർക്കുമ്പോൾ നിരാശയുണ്ട് സർ. വിഷമിക്കല്ലേ, നമുക്കൊരു കോഫി കുടിക്കാം. വേണ്ട സർ, എനിക്ക് കോഫി ഒന്നും വേണ്ട. വരൂ കാർത്തിക, നമുക്ക് കോഫി കുടിക്കാം. വേണ്ട, ഞാൻ പൊക്കോളാം. സമാധാനിക്കൂ, നമുക്ക് പോകാം. വരൂ. നമുക്ക് കോഫി കുടിക്കാം അല്ലേ?
പറയുന്നതുകൊണ്ട് വിഷമം തോന്നരുത്. ഒരു ടേസ്റ്റും ഇല്ലാത്ത കോഫിയാണ് ഞാൻ കുടിക്കുന്നത്. എനിക്ക് വേണ്ട സർ, ഞാൻ പോട്ടെ. എന്താ ഇതിന്റെ ഫ്ലേവർ ഇഷ്ടപ്പെട്ടില്ലേ? സർ, പല കുറവുകളുണ്ട്. കോഫി ഇങ്ങനെയൊന്നുമല്ല സർ ഉണ്ടാക്കുക. വേറൊരു കോഫി ഉണ്ട്, അത് തരാം, കുടിച്ചു നോക്കൂ. വേണ്ട സർ, ഞാൻ പോട്ടെ. ശാന്തമാകൂ, സമാധാനിക്കൂ. ഇത് കുടിച്ചു നോക്കൂ, എന്തായാലും ഇഷ്ടപ്പെടും. സർ, ഇത് അതിനേക്കാൾ മോശം കോഫിയാണ്. ഞാൻ പോട്ടെ സർ. ആ റിസപ്ഷനിൽ ഞാനൊരു എൻവലപ്പ് ഏൽപ്പിക്കുന്നുണ്ട്, അതൊന്ന് മേടിച്ചിട്ട് പോകൂ. വാ മോളെ, പോവാം. ജോലി കിട്ടിയോ ചേച്ചി? അതൊന്നും കിട്ടാനുള്ള ഭാഗ്യമില്ലേ മോളെ നമുക്ക്. ചേച്ചി ഇതാ നോക്ക്. ഇതാ മേഡം. എന്തു പറ്റി ചേച്ചി? ചേച്ചി ഇപ്പോൾ വരാട്ടോ. എക്സ്ക്യൂസ് മീ സർ. യെസ്, കം ഇൻ. സർ, ഇതെന്താണ് സർ? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. അപ്പോയിൻമെന്റ് ലെറ്റർ എന്ന് എഴുതിയിട്ടുണ്ട്, 2 ലക്ഷം രൂപ സാലറി എന്ന് എഴുതിയിട്ടുണ്ട്. എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. യെസ് കാർത്തിക, യു ആർ സെലക്ടഡ്. പക്ഷെ യു ആർ അപ്പോയിന്റഡ് ആസ് കോഫി ടേസ്റ്റർ. വെൽക്കം ടു അവർ കമ്പനി. താങ്ക് യു സർ. പക്ഷെ എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. നിങ്ങളുടെ അറിവില്ലാതെ ഞാൻ നിങ്ങളുടെ കോഫി ടേസ്റ്റിംഗ് പരിജ്ഞാനം പരിശോധിക്കുകയായിരുന്നു. അതിനോടുള്ള നിങ്ങളുടെ താല്പര്യം നിങ്ങളുടെ എഴുത്തു പരീക്ഷകളിലും പ്രതിഫലിച്ചു. ഇതുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് ആവശ്യമായ വിദ്യാഭ്യാസ യോഗ്യതകളുമുണ്ട്. യു ആർ ഗുഡ് ഇൻ കോഫി ടേസ്റ്റിംഗ്. നിങ്ങൾ കൂടുതൽ അർഹിക്കുന്നു. നിങ്ങളുടെ ഹൃദയത്തെ പിന്തുടരുക. നിങ്ങൾക്ക് താല്പര്യമുള്ള ഒരു കാരിയർ പിന്തുടരുക. നിങ്ങളുടെ ഹൃദയത്തിന്റെ ആഗ്രഹങ്ങൾ ശ്രദ്ധിക്കുകയും നിങ്ങളുടെ അഭിനിവേശം ജ്വലിപ്പിക്കുന്ന ഒരു തൊഴിൽ പിന്തുടരുകയും ചെയ്യുക. യു ഡിസേർവ് മോർ. താങ്ക് യു സോ മച്ച് സർ. എനിക്കെന്താ പറയേണ്ടതെന്ന് അറിയണില്ല. താങ്ക് യു വെരി വെരി മച്ച്.